പറഞ്ഞ ദാവീദിൻ സന്തതിയായി പിറന്ന യേശുക്രിസ്തുവൻ സുവിശേഷത്തിൻ പടിയെ മരിത്തോരിടത്തിൽ നിന്നും എഴുമ്പപ്പെട്ടവരെന്ന് നിലയ്ത്തുകൾ. ആ നിലവിതാണ് ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത്. അത് ഞങ്ങൾ പറയും. അത് ഏത് കവറയിൽ നിന്ന് ഞങ്ങൾ പറയും. അത് പറയുവാനുള്ള കാര്യം എന്തെന്നറിയണ്ടേ? മതത്തിനകത്ത് ആൾക്കാരെ കൂട്ടാനല്ല. മരണാനന്തരം കൂടപ്പുറപ്പ്, നിനക്കൊരു ജീവിതമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അതറിയുവാൻ സുവിശേഷം പറഞ്ഞാലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പറയും. ഇനി ബൈബിൾ പ്രവചനത്തിൽ നടന്നുപോയ 31 പ്രവചനങ്ങളുണ്ട്. നിങ്ങൾ നിവർത്തിയായത്, പ്രവചനം നിവർത്തിയായെങ്കിൽ അടുത്ത് പറയുന്ന പ്രവചനവും നിവർത്തിയാകണം. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ കർത്താവ് അത് നടന്നെങ്കിൽ, മറ്റു പ്രവചനങ്ങൾ നടന്നെങ്കിൽ, യഹൂദനെ കുറിച്ചുള്ള പ്രവചനം നിങ്ങൾക്കറിയോ? യഹൂദനെ കുറിച്ച് അബ്രഹാമിന് മക്കളില്ലാതിരിക്കുമ്പോഴാണ് അബ്രഹാമിനോട് പറഞ്ഞ്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും സമുദ്രത്തിലെ മൺതരികളെ പോലെയും നിനക്ക് ഞാൻ സന്തതികളെ തരും. ഒന്നുമില്ലാതിരുന്ന മനുഷ്യനോട് പ്രവചനം പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇന്ന് തന്നെ ഇസ്രായേൽ 1.5 കോടിയിലധികം വരുന്ന യഹൂദന്മാരുണ്ട്. 40 കോടിയിൽ വരുന്ന അറബികളുണ്ട്. 180 കോടിയിൽ പരം ക്രിസ്ത്യാനികളുണ്ട്. ഇതെല്ലാം അബ്രഹാമിന് ദൈവം ആ പ്രവചനം അതുപോലെ നിവർത്തിച്ചു കൊടുത്തതാണ്. അതാണ് പ്രവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ കടലിനക്കരെ പായിച്ചു കളയും. അത് ചരിത്രത്തിന്റെ തെളിവാണ്. ബാബിലോണി അടിമത്വം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട്, മര്യാദയ്ക്ക് നിൽക്കാത്തത് കൊണ്ട് ദൈവത്തിന് സ്വന്തം ജനമെന്നോ ശത്രുരാജ്യമൊന്നുമില്ല. ആരനുസരിക്കുന്നു അവരെ അനുഗ്രഹിക്കും. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം ഒന്നുമില്ല. ആര് ദൈവത്തിനെ അനുസരിക്കുന്നുവോ അവരെ ദൈവം അനുഗ്രഹിക്കും.